മനസ്സിലാ നിക്ക് നിക്ക് നിക്കടാ നിക്ക്. എടാ നിക്ക്, കോളേജിലേക്കായിരിക്കും ഇല്ലേ? അല്ല, കുളിക്കാൻ പോവുക. അല്ല, കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ല. എന്താ സുശീലേട്ടൻ ഇപ്പൊ വേണ്ട? എനിക്ക് സംസാരിച്ചേക്കാൻ തീരെ സമയമില്ല. കോളേജിലെത്തിട്ട് പഠിക്കാൻ തിടുക്കായോ? കുറച്ചു പേര് പേർന്ന് പഞ്ഞിക്കിട്ടെന്ന് കേട്ടല്ലോ. അതിനിടയിൽ മനസ്സുവായനയും പഠിച്ചല്ലേ? ഇതൊക്കെ തന്നെയല്ലേ പഠിപ്പ്? എന്താ സുശീലേട്ടൻ മനസ്സ് വായിക്കണോ? അയ്യോ, എന്റെ മനസ്സ് വായിക്കണ്ട. വായിച്ചാൽ തെളിയാത്ത കേസുകളൊക്കെ തെളിയും, ഞാൻ അകത്താവുകയും ചെയ്യും. പിന്നെ ഇപ്പൊ എന്താ വേണ്ട? ഒന്ന് തെളിച്ചു പറയൂ. എന്റെ ഭാര്യയുടെ മനസ്സൊന്ന് വായിക്കണം. അതിന്റെ ഭാര്യനെ അത്ര വിശ്വാസ? ഭാര്യന് വിശ്വാസമുള്ള ഭർത്താക്കന്മാർ ഈ ഭൂമി മലയാളത്തിലുണ്ടോ? എല്ലാരും സംശയരോഗിയല്ലേ. അവൾ എവിടെ പോകുന്നു, ആരോട് മിണ്ടുന്നു, ആരോട് ചിരിക്കുന്നു, ആരോട് ചാറ്റ് ചെയ്യുന്നു. ഞാനും പൊടിക്കൊരു സംശയരോഗിയാണ്. അങ്ങനത്തെ ചീപ്പ് പേരടിക്ക് നിന്നെ കിട്ടൂല. വെറുതെ വേണ്ട, പൈസക്ക് മതി. എന്നാ 1000 രൂപ മതി. എന്തൊക്കെ തരികടൊപ്പിച്ചാണ് ഞാൻ ഈ 1000 രൂപ ഉണ്ടാക്കുന്നത് എനിക്ക് അറിയൂ. മനസ്സിലായല്ലോ ഞാൻ എത്ര സത്യസന്ധനാണെന്ന്. അവൾ എന്നെ വഞ്ചിക്കുന്നുണ്ടോന്ന് എനിക്കെന്നറിയണം. ഇതങ്ങനെ നിങ്ങളിടയിൽ കുടുംബകലഹം ഉണ്ടാക്കൂ? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളും. അങ്ങനെ 2 തോണി കാലി വെച്ച് അവള് നടക്കണ്ട. ഒന്നിക്ക ഞാൻ, അല്ലെങ്കിൽ അവൻ. ഓനാരാന്ന് കണ്ടെത്താനല്ല നീ മനസ്സ് വായിക്കുന്നത്. എന്നിട്ട് എന്നോട് ചോദിക്കാനാണ് അവൻ ആരാണെന്ന്. എപ്പോഴാണ് ചേച്ചിനെ മനസ്സ് വായിക്കേണ്ടത്? ഞാൻ വൈകിട്ട് വിളിക്കാം. അപ്പ വന്ന വൈകിട്ടോ. ഒരു മനസ്സമാധാനവും തരില്ല ഭഗവാനെ. ഇതാ നീ പറഞ്ഞ 2000 രൂപ. മെമ്പർ പിടിച്ച പിടിയാലെ വരിഞ്ഞു കെട്ടിയെത്തിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ ആളുണ്ടാവും. എന്നെ ഈ നിരാശപ്പെടുത്തരുത് പ്ലീസ്. ഇല്ല, നിരാശപ്പെടുത്തുന്നില്ല. മെമ്പറുടെ ഉള്ളുകളികൾ മുഴുവൻ വെളിച്ചത്തുണ്ടായിരുന്നു. അപ്പോ മെമ്പറുടെ മനസ്സ് വായിക്കണ തീയതി തീർച്ചപ്പെടുത്തിയിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ? ഓ ആയിക്കോട്ടെ, ശരി. മെന്റലിസം നല്ലോണം തടയുന്ന ഏർപ്പാടാണല്ലോ. ഇതൊരു പ്രൊഫഷനായി കളയാ. അല്ലാണ്ട് പഠിച്ചിട്ടൊക്കെ എന്താ? അല്ല